സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി. കുടിശ്ശിക 1600 രൂപയും വർദ്ധിപ്പിച്ച തുകയായ 2000 ഉൾപ്പെടെ 3600 രൂപയാണ് ഈ മാസം ലഭിക്കുക. അർജുൻ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വിതരണമാണെന്ന് തോന്നുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? തനീഷ്, ക്ഷേമ പെൻഷൻ 2000 രൂപയായി കഴിഞ്ഞ മാസം വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. നവംബർ മാസത്തിൽ 2000 രൂപ വീതം പെൻഷൻ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ന് തൊട്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ ആളുകളുടെ കൈകളിലേക്ക് എത്തുകയാണ്. ഒപ്പം കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക 1600 രൂപ, കഴിഞ്ഞ മാസം വരെ 1600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ, അതുകൂടി ചേർത്ത് 3600 രൂപയാണ് ഈ മാസം ആളുകളിലേക്ക് കൈകളിലേക്ക് എത്തുന്നത്. 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ സംസ്ഥാനത്തുണ്ട്. അവർക്ക് ഈ മാസം 3600 രൂപ കൈകളിലേക്ക് എത്തും. എടുത്തു പറയേണ്ടത്, ഇതുവരെയുള്ള കാലഘട്ടത്തിലൊക്കെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസത്തെ പെൻഷൻ കൂടി ഈ മാസം, കുടിശ്ശിക കൂടി ഈ മാസം കൊടുക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കുടിശ്ശികയില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി ഒരു മാസത്തെ കുടിശ്ശിക പോലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളതും എടുത്തു പറയണം. അടുത്ത മാസം തൊട്ട് സാധാരണ 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ ആളുകളിലേക്ക് എത്തും. ഈ വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് 1042 കോടി രൂപയാണ് അധികമായി ധനവകുപ്പ് വിനിയോഗിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് തൊട്ട് 3600 രൂപ ആളുകളിലേക്ക് എത്തും. പ്രതിവർഷം 13000 കോടി രൂപയാണ് ഇതിനായി സംസ്ഥാനത്ത് അധികമായി ചെലവ് വരുന്നത്. ആ തുക കൂടി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സനീഷ്, ശരി, നന്ദി അർജുൻ വിവരങ്ങൾക്ക്.